ഷൈൻചാന്റെ ഫോട്ടോ ഇല്ലേ? ഷൈൻ ടോം നമ്മൾ ബയോ എഴുതത്തില്ലേ, ഇന്നതാണ് ഇഷ്ടം ഇന്നതാണ് ഇഷ്ടം. എന്റെ ഇൻട്രസ്റ്റ് എന്താണെന്ന് ബംബിളിൽ ഞാൻ ജോയിൻ ചെയ്യുന്നതോട് തന്നെ മനസ്സിലാക്കണം. പിന്നെ ഞാൻ പ്രത്യേകമായിട്ട് എഴുതണ്ട. അവിടെ പള്ളിയിൽ പോണവരോട് ഇഷ്ടം കണ്ടുപിടിക്കാനുള്ള ബംബിൾ. അങ്ങനെ അല്ലാണ്ട് ജോയിൻ ചെയ്യുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ബംബിൾ ഈസ് ഫോർ വാട്ട്? ബംബിളിൽ നമുക്ക് എന്തിനാണെങ്കിലും ജോയിൻ ചെയ്യാം. ഇപ്പൊ ബാത്റൂമിൽ കയറുന്ന ഒരാള് എന്തിനാ കയറണേ? കിടക്കാനല്ലല്ലോ. നമ്മള് പൊതുവെ ഈ ജീത്തു ജോസഫ് പടങ്ങൾ ഇങ്ങനെ മിസ്റ്ററി ആണല്ലോ. എനിക്ക് തോന്നി പ്രേക്ഷകനാ, നിങ്ങൾ അഭിനയിക്കുമ്പോ തോന്നിണ്ടാവില്ല. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് എടുത്ത പടങ്ങളൊക്കെ കുറച്ച് മിസ്റ്ററി ഉണ്ട്. നമ്മുടെ മിസ്റ്ററി ഒന്നുമില്ല, ഉണ്ട് ഒരു മിസ്റ്ററി ഇല്ല. എങ്ങനെ ഇത് ഡീകോഡ് ചെയ്യുന്നുള്ളതൊരു മിസ്റ്ററി ആണല്ലേ? എനിക്ക് അങ്ങനെ തോന്നി. എന്ത് ചെയ്യാ ഞാൻ? എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഇതിന്. ഇതിനൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട് ഇതിന്. ഞാൻ പുറത്തിറങ്ങുമ്പോ എന്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജസ് വരും. എന്താ അയൽവാസിയുടെ ഫസ്റ്റ് ഇത് റിലീസ് അനൗൺസ് ചെയ്തപ്പോ തന്നെ എനിക്ക് മെസ്സേജ് വരുന്നത്, ഷൈൻ ടോമിനെ വിളിച്ച് നന്ദി പറയണേ, ഷൈൻ ടോം കാരണമല്ലേ ഇയാള് രക്ഷപ്പെട്ടെ, എങ്ങനെയൊക്കെയായിരുന്നു എന്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അതിനുശേഷമാണ് രക്ഷപ്പെട്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ആളുകൾ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടോന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത്. സീസണിന്റെ സ്റ്റാർട്ടിങ് തന്നെ ആദ്യം ഭയങ്കര ഒരു പേടിപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് തോന്നി. പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി അവസാനിക്കുന്നത് ധ്യാൻ ചേട്ടന്റെ ഫസ്റ്റ് നൈറ്റിലാണ്. ഒന്നും നടന്നിട്ടില്ല, ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ഇവന്റെ ഫസ്റ്റ് നൈറ്റ് കൊറേ ഫസ്റ്റ് നൈറ്റ് ഉണ്ട് ഈ സിനിമയിൽ. ഫസ്റ്റ് നൈറ്റ് അത്രേ ഉള്ളൂ. അപ്പൊ 2 ഫസ്റ്റ് നൈറ്റ് ഉണ്ട് ഈ സിനിമയില്. അബൂക്ക നോ നൈറ്റ്, ഹോളിഡേ. സെക്കൻഡ് ലീഡ് തന്നെ പരിപാടി നടക്കില്ല. അല്ല, അത് കൊണ്ടിട്ടാണ് ഇയാൾക്ക് ഇത്രത്തോളം അച്ചീവ്മെന്റ്സ് ഉള്ള ലൈഫില്. പക്ഷെ ഞാൻ നേർവഴിയിൽ നടക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നല്ല. ഇല്ല, അത്രയില്ല. അപ്പൊ ഞാൻ ഭയങ്കര കോൺഷ്യസ്. എനിക്ക് തോന്നും പാടുന്നതിന് നമുക്ക് കഴിവ് മാത്രം പോരാ, കുറച്ച് തൊലിക്കട്ടിയും കൂടെ വേണം. എനിക്ക് ആ തൊലിക്കട്ടി ഇല്ല. ചേട്ടൻ നല്ല തൊലിക്കട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പാട്ടുകാരുടെ പാടാനൊന്നും അറിഞ്ഞൂടാ. വെട്ടിയാര് പാടോ? ഇല്ല, എനിക്ക് കട്ടി ആവുന്നേ ഉള്ളൂ. എല്ലാ ദിവസങ്ങളെല്ലാം ഭയങ്കര ലൈഫിൽ നമ്മളെ ചെറിഷ് ചെയ്യുന്ന ഭയങ്കര നല്ല മെമ്മറബിൾ. ബിക്കോസ് ഇങ്ങനെ ഒരു സിനിമ ഇനി ചിലപ്പോൾ ലൈഫിൽ സംഭവിക്കില്ല. എല്ലാവരും ഒരുമിച്ച് ഇതേപോലെ ഒരു സിനിമ ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പം നമ്മളത് ഭയങ്കര ചെറിഷ് ചെയ്യുന്ന ഒരുപാട് ഓർമ്മകളുള്ള സമയമായിരുന്നു ആ 7 days. അല്ല, നമ്മളെല്ലാരും ചെറിഷ് ചെയ്യുന്ന സെയിം സാധനമാണ്. അതുകൊണ്ട് നമ്മളെല്ലാരും കഴിച്ച ഒരേ ലഡു അല്ലേ? എനിക്ക് തോന്നുന്നു ഈ ആരാധകർക്കിടയിൽ പൊതുവെ നമ്മൾ ആക്ടർമാർ കുറച്ചിങ്ങനെ ബാക്കോട്ട് നിൽക്കും. പക്ഷെ ഷൈൻ ചേട്ടൻ എല്ലാവരുടെ അടുത്തും ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടാണ് ഇടപെടാറ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പിന്നെ തോന്നുന്നുണ്ട്, ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടാണ് ഇപ്പൊ പോകുന്നതും. അല്ല, കുറച്ച് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്തു. കുറച്ച് ലൂസായിട്ട് വേണ്ട, കുറച്ച് ലൂസാവണ്ട. കപ്പ എന്ന് പറയുന്നത് ബ്രസീലിൽ നിന്ന് ഒന്നും, വാഴ എവിടെ നിന്നാണ് ഒന്നെന്ന് അറിയാം. കേരളമായിരിക്കും. വാഴ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഗൾഫിലുണ്ട്, അത് മസ്കറ്റിലൊക്കെ ചെന്ന് ഇറങ്ങണം. വാഴ തോട്ടമുണ്ട്, എല്ലാ സ്ഥലത്തും ഇല്ലേ വാഴ? ഈ വാഴയ്ക്ക് ഇത്ര അറിവുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ചോദിക്കാൻ പാടില്ല, ഇപ്പൊ എന്നോട് ചോദിക്കാൻ പാടില്ല. പക്ഷെ ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഒന്നടക്കം ഒരാഗ്രഹവും ചാണ്ടി ഉമ്മൻ സാറ് കല്യാണം കഴിക്കണം. നിങ്ങളൊക്കെ മറ്റുള്ളവർ പറയുന്ന അനുസരിച്ചാണോ തീരുമാനം എടുക്കണേ? ഞാൻ അങ്ങനല്ല. അല്ല, ഞാനും അങ്ങനെയാ. എന്റെ ഇഷ്ടം അനുസരിച്ച് തീരുമാനം എടുക്കുക. ലൈഫിൽ പ്രണയം ഉണ്ടായിട്ടുണ്ടോ സാറേ? എന്തിനാ ഞാൻ പറയണേ?
അത് ഞാൻ പറഞ്ഞു. ആങ്കറിംഗ് ആണ് എളുപ്പം, പക്ഷേ പറഞ്ഞില്ല ബാക്കി സമ്മതിക്കണ്ടേ. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ സിനിമയാണല്ലോ. അപ്പം അത് പഠിച്ച് ആ പാടുള്ള പ്രോസസ്സ് പഠിച്ച് അതിലേക്ക് എത്തുക എന്നുള്ളത്. അങ്ങനെ വല്ലോന്റെ കാശിന് പഠിക്കാൻ എന്താ ഉദ്ദേശിച്ചേ? എന്താ ഉദ്ദേശിച്ചേ? സിനിമയിലുണ്ട്. അമ്മ സിനിമയിലുണ്ടോ? ചേച്ചി കണ്ടില്ലല്ലോ. ചേച്ചി ഉറങ്ങി കഴിക്കും. കപ്പ് കിട്ടിയാ മതി. അതെ, കപ്പ് എടുക്കുക എന്നുള്ള ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്ന. ഞാൻ കല്യാണം കഴിക്കൂല, ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഒരു ഐ ലവ് യു ഒരു കെട്ടിപ്പിടുത്തൊരു മക്കള് അങ്ങനെയൊക്കെ ചെറിയ അത്രേ ഉള്ളൂ. ഹിന്ദി ബിഗ് ബോസിലൊക്കെ എന്തൊക്കെ പരിപാടികളാ. കാണാറുണ്ടോ ബിഗ് ബോസ്? അല്ല, ഞാൻ അങ്ങനത്തെ ചെറിയ കട്ടിങ് ഉമ്മക്കണ സീനൊക്കെ. ഞാൻ നിങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് അഭിനയിച്ച സിനിമകളൊക്കെ ആലോചിക്കായിരുന്നേ. പ്രാവിൻ കൂടെ ഷാപ്പ്, പ്രാവ്, ഇവിടെ പൊന്മാൻ, അത് കഴിഞ്ഞ് പൈങ്കിളി, മൊത്തം ഒരു കിളിമയമാണല്ലോ. എന്താ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു കിളിമയം പിടിച്ചേക്കുന്നേ? പിന്നെ ഇത് പൊന്മാനല്ല, പൊന്മാനല്ലേ? പൊന്നുള്ള മാൻ, അതെങ്ങനെ കിളിയാവുന്നത്? പക്ഷെ പൊന്മാൻ ഞങ്ങൾക്ക് കിളിയാണ്. അത് പൊന്മാനല്ലേ? പൊന്മാനാണല്ലോ. ഓ മൈ ഗോഡ്, സൂപ്പർമാൻ നിങ്ങൾക്ക് കിളിയാണോ? So what were you doing when she was crying? You were eating parota? Yes, he was doing that. Adile parota eating. I was shocked, ma'am. I got scared. Ma'am. ആ പേര് പറഞ്ഞ് ഞാൻ പേടിപ്പിച്ച് സംസാരിപ്പിക്കാം. ടോക്ക് മാൻ. ഞാൻ ഒന്ന് ആക്കി എടുത്തോട്ടെ റാപ്പോ. മാം പേസ്റ്റുമാ? ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ ഇക്കോ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇക്കോ ആണ് എക്കോ ആണ്. എക്കോ ഞാൻ രണ്ടും പറയും, എങ്ങനെ വേണമെങ്കിലും പറയാലോ. എഡിറ്ററെ. അപ്പം എക്കോ മോൻ എന്തിനാ ഇക്കോ എന്ന് പറയുന്നത്? അതല്ല കേട്ടോ, എക്കോ എന്നല്ലേ. അല്ല, ഞാൻ ഇവന്റെ ഓൾറെഡി ഒരു ആരാധകനായിരുന്നു. ആയിരുന്നു എന്നല്ലേ പറഞ്ഞ. എന്റെ അഭിനയം കണ്ടപ്പോ അത് മാറി. ഇങ്ങനെ പറഞ്ഞാലും നമ്മുടെ തലയിൽ കയറുള്ളൂ. പക്ഷെ ഇതിനൊന്നും ഡയറക്റ്റ്ലി ഇങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. ഇത് ഓരോരുത്തരുടെ ചിന്താഗതികൾക്ക് അനുസരിച്ചും അല്ലെങ്കിൽ കേപ്പബിലിറ്റി അനുസരിച്ചും അതിന് നമുക്ക് ചിന്തിച്ച് നമ്മളുടേതായിട്ടുള്ള ഒരു ഉത്തരവും ചോദ്യവും കണ്ടെത്തണം നമ്മൾ ലൈഫിൽ. അതിനും കൂടിയിട്ടാണ് എല്ലാവർക്കും ബ്രെയിൻ സെപ്പറേറ്റ് തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരൊറ്റ ബ്രെയിനും എല്ലാവരും ബ്രെയിൻ ഇല്ലാത്തവരാക്കിയാൽ മതിയായിരുന്നില്ല ബാക്കിയുള്ളവരെ. അല്ലാതെ ഉപ്പേരി വെച്ച് തിന്നാനുള്ള ബ്രെയിൻ. ആണല്ലേ? ട്യൂഷൻ ഡിക്ഷനൊക്കെ കറക്റ്റ് ആക്കി ട്യൂഷനൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. എത്ര നാളായി അതിന്റെ വാദമൊക്കെ കുറഞ്ഞോ? عندي خوش فصلة يا اخي تفوز والله خوش رقصة